എന്ന് പറഞ്ഞു. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റസൂലുള്ളാഹി പറഞ്ഞു, പടിഞ്ഞാറ് കിഴക്കുദിക്കുന്ന സൂര്യനെ പടിഞ്ഞാറ് കൊണ്ടുവന്ന് അസ്തമിപ്പിക്കുന്ന തമ്പുരാൻ പടിഞ്ഞാറ് നിന്ന് ഉദിപ്പിച്ച് കിഴക്കോട്ട് കൊണ്ടുവന്ന് അസ്തമിക്കുന്ന ഒരു കാലം വരാനുണ്ടെന്ന് മുഹമ്മദ് റസൂൽ പറഞ്ഞപ്പോഴേ അന്ന് അബൂജഹൽ കളിയാക്കി, ഇയാൾക്കിപ്പോ എന്താ പടിഞ്ഞാറിന്ന് സൂര്യൻ ഉദിക്ക്, അങ്ങനെ ഒരു കാലം ഉണ്ടാവുകയെ. ഈ 20-ാം നൂറ്റാണ്ടിന് ശാസ്ത്രം പറഞ്ഞ് എന്തേ പറ്റി മുഹമ്മദ് ഇപ്പോഴും കാലം തിരിയുന്നില്ലേ? പക്ഷേ 21-ാം നൂറ്റാണ്ടിൽ ഒരു 8 മാസത്തിന് മുമ്പാണെന്നാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നാസ പുറത്തുവിട്ട പുതിയ റിപ്പോർട്ട് എന്തെന്നറിയോ? പടിഞ്ഞാറിന്ന് സൂര്യൻ ഉദിക്കുന്ന കാലം അധികമല്ല, താമസിയാതെ അതിനുള്ള സാധ്യതയുണ്ട്. സൂര്യൻ തിരിഞ്ഞു കറങ്ങുമെന്നാണ് ലേറ്റസ്റ്റ് പഠനം പ്രിയപ്പെട്ടവരെ ഉള്ളത്. നമുക്കറിയാം. മാത്രാണോ, ഇന്നും ഞാൻ ഉറപ്പിച്ചു പറയാ, ഖുർആനിന്റെ അമാനുഷികത മനസ്സിലാക്കണമെങ്കിൽ ഖുർആൻ നൽകിയ സംഭാവനകൾ ശാസ്ത്രലോകത്തിന്റെ വളർച്ചയ്ക്ക്. ഇന്ന് ഡോക്ടർമാരുണ്ട് ഈ സമുദായത്തിൽ. ചില ഡോക്ടർമാരായി വരുമ്പോൾ ഖുർആനിനോടും ഇസ്ലാമിനോടും നമ്മൾ കടന്നു വന്ന മതത്തോടും പുച്ഛം തോന്നുന്നുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാലിക്കറ്റ് യുനാനി ഹോസ്പിറ്റലിൽ 2.5 കൊല്ലം യുനാനിക്ക് വേണ്ടി ഞാൻ പോകുമ്പോൾ അന്ന് ഖുർആനുമായി ടച്ച് ചെയ്ത ചില വിഷയങ്ങളെ കുറിച്ചുള്ള റിസർച്ച് നടത്തുമ്പോൾ അന്ന് ബോധ്യപ്പെട്ട ഒരു വിഷയമുണ്ട്. എന്തെന്നറിയോ? ഖുർആൻ നൽകിയ സംഭാവന വൈദ്യശാസ്ത്രത്തിന് 5 നൂറ്റാണ്ട് കാലം ലണ്ടൻ യൂണിവേഴ്സിറ്റിയിലടക്കം 500 കൊല്ലം ആധികാരിക വൈദ്യശാസ്ത്രത്തിന്റെ റഫറൻസ് ഗ്രന്ഥമായി ആധികാരികമായി അവലംബിച്ച ഗ്രന്ഥം ഏതെന്നറിയോ? ദി ഗ്രേറ്റ് കാനൻ ഓഫ് മെഡിസിൻ. ഇബ്നു സീന ആരാണ്? ഇംഗ്ലീഷുകാരൻ അവിസന്ന എന്ന് പറയുന്ന ഇബ്നു സീന 10-ാം വയസ്സിൽ ഖുർആൻ ഹൃദയസ്ഥനാക്കിയ വിശ്വവ്യാഖ്യാന പണ്ഡിതൻ. അദ്ദേഹം എഴുതിയ അൽ ഖാലൂന ഫി തിബ്ബ് 5 ലക്ഷം വേർഡുകളിലായി 5 വിഷയങ്ങളെ വളരെ വ്യക്തമായി അപഗ്രഥിച്ചിട്ടുള്ള വൈദ്യശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ നാഴികക്കല്ലായി എന്തിനേറെ സർ വില്യം ഓർസർ, വലിയൊരു ചരിത്രകാരനാണ്. അദ്ദേഹം ഇബ്നു സീനയെ ആരോടാ ഉപമിച്ചതെന്നറിയോ? ദി ഫാദർ ഓഫ് മെഡിസിൻ. അലോപ്പതിയുടെയും ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവെന്ന് പറയുന്ന ഹിപ്പോക്രാറ്റസിനോടാണ് സർ വില്യം ഓർസർ ഇബ്നു സീനയെ ഉപമിച്ചിട്ടുള്ളത്. ആ ഇബ്നു സീന 10-ാം വയസ്സിൽ ഖുർആൻ ഹൃദയസ്ഥനാക്കിയ ആളാണ്. അദ്ദേഹമാണ് 500 കൊല്ലം 5 ലക്ഷം വേർഡുകളിലായി വിശ്വവ്യാഖ്യാതമായ റഫറൻസ് ഗ്രന്ഥം ആദ്യമായി എഴുതിയത് ചരിത്രം രേഖപ്പെടുത്തുന്നു. 500 കൊല്ലക്കാലം വൈദ്യശാസ്ത്ര വിദ്യാർത്ഥികൾ അവലംബിച്ച മൂല്യഗ്രന്ഥം ഇബ്നു സീനയുടെ. അഭിമാനിക്കാം ഇസ്ലാമിക സമൂഹത്തിന്. തീർന്നോ? ഇന്ന് ഇംഗ്ലീഷ് അലോപ്പതി മെഡിസിനാണ് ഏറ്റവും കൂടുതൽ മറ്റുള്ള മെഡിസിൻ ശാഖകളെക്കാൾ ഉയർന്നു നിൽക്കുന്നത്. മരുന്നിന്റെ ക്വാളിറ്റി കൊണ്ടല്ല. ഒന്ന് കഴിക്കുമ്പോൾ പ്രതിഫലം 10 എന്ന് പറഞ്ഞാൽ 10 രോഗം പിന്നാലെ വരെയാണ്. പക്ഷേ അവർ പിടിച്ചു നിൽക്കുന്നത് സർജറിയുടെ മേഖലയാണ്. എന്നാൽ സർജിക്കൽ എൻസൈക്ലോപീഡിയ താരിഫ് എന്ന ഗ്രന്ഥം 30 വാള്യങ്ങളുള്ള ആധികാരികമായി സർജറിയുടെ ഉപകരണങ്ങളെക്കുറിച്ചും സർജറിയെക്കുറിച്ചും വളരെ വ്യക്തമായി അവതരിക്കുന്ന ഒരു വേദഗ്രന്ഥം, ഒരു ശാസ്ത്രഗ്രന്ഥം, വൈദ്യശാസ്ത്രത്തിന് മുതൽക്കൂട്ടായ 30 വാള്യങ്ങളുള്ള ഗ്രന്ഥം രചിച്ചതാര? ഇസ്ലാമിക പണ്ഡിതനായ ഖുർആൻ ഹൃദയസ്ഥനാക്കിയ അബുൽ ഖാസിസ് എന്ന് ഇംഗ്ലീഷുകാരൻ പരിചയപ്പെടുത്തുന്ന അദ്ദേഹം എഴുതിയ ഗ്രന്ഥത്തെ സർജിക്കൽ എൻസൈക്ലോപീഡിയ എന്ന് ഇംഗ്ലീഷുകാരൻ ട്രാൻസ്ലേറ്റ് ചെയ്തു. എന്നിട്ടാണ് എളിഞ്ഞത് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞത്. തിരിച്ചോ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഖുർആനാണ് വൈദ്യശാസ്ത്രം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കറിയോ, ഗലീലിയോ എന്ന ശാസ്ത്ര സാമ്രാജ്ഞനെ കൊണ്ടുവന്നിട്ട് 10 കൊല്ലത്തോളം ക്രൂരമായി പീഡിപ്പിച്ച എന്തിന്റെ പേരില്ല? ഈ ഭൂമിക്ക് ചലനമുണ്ടെന്ന് പറഞ്ഞതിന്റെ പേരിൽ. അവസാനം അന്ന് ഖുർആൻ പറഞ്ഞു വശംസ് തജ്രീലി മുസ്തഖറില്ല ദാലിക തഖ്ദീറുൽ അസീസ് അലീം. ഗലീലിയോക്ക് പിന്തുണ അർപ്പിച്ചു. അവസാനം 18 കൊല്ലം കൊണ്ട് 18 കൊല്ലം കൊണ്ട് 18,222 ശാസ്ത്രജ്ഞന്മാരെ കൊന്നുകളഞ്ഞത് യൂറോപ്യന്മാരാണ്. ഇത് കണ്ടിട്ടാണ് സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിലെ ചിക്കാഗോയിൽ വെച്ചിട്ട് പറഞ്ഞു, അല്ല അമേരിക്കക്കാരാ, നിങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രത്യയശാസ്ത്രം ഉണ്ടല്ലോ, യൂറോപ്പിന്റെ സംസ്കാരം ഉണ്ടല്ലോ, യൂറോപ്പ് അവലംബിച്ച മതം ഉണ്ടല്ലോ, ഏത് കാലത്ത് ഏത് ശാസ്ത്രത്തെയാണ് നിങ്ങൾ പിന്തുണച്ചത്? അതുകൊണ്ട് എനിക്ക് ബോധ്യപ്പെട്ട ഞാൻ പറയട്ടെ അമേരിക്കക്കാരാ, ചിക്കാഗോയിൽ വെച്ചിട്ട് സ്വാമി വിവേകാനന്ദൻ പറയാണ്, ഖുർആനിലും മുത്തുനബിയുടെ തിരുമൊഴികളിലും ശാസ്ത്രലോകത്തിന് ഒരുപാട് പ്രോത്സാഹനം നൽകിയ, കലവറയില്ലാത്ത പിന്തുണ നൽകിയ ഒരുപാട് രംഗങ്ങൾ വായിച്ചെടുക്കാൻ എനിക്ക് സാധിച്ചു എന്ന് ഇന്ത്യയിൽ നിന്ന് പോയ സ്വാമി വിവേകാനന്ദൻ ഖുർആനിനെ വെച്ചുകൊണ്ട് ചിക്കാഗോയിൽ വെച്ചിട്ട് അമേരിക്കക്കാരുടെ മൂക്കിന് നേരെ വിരൽ ചൂണ്ടിട്ട് സംസാരിച്ചിട്ട് ഒരൊറ്റ അമേരിക്കക്കാരൻ കമാ എന്ന് മറുപടി പറഞ്ഞു.
ഇതര മതസമൂഹത്തിനും ബോധ്യപ്പെട്ടു ഖുർആന്റെ അമാനുഷികത. ഈ അടുത്ത സമയത്ത് ഖുർആനെ കുറിച്ച് ഗവേഷണം നടത്തി, എന്തിനേറെ വേൾഡ് ട്രേഡ് സെന്റർ തകർത്തത് മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞ് പ്രചണ്ഡമായ പ്രചരണം നടത്തിയ അമേരിക്ക അവസാനം അതിനെ 0 ഗ്രൗണ്ടാക്കി മാറ്റി. കാരണം പൊളിക്കാണ്ടിരുന്ന ഇത് വലിയൊരു ബിൽഡിംഗ് ഇസ്രായേലിൽ നിന്ന് പൊളിച്ചു. 4500 അവരുടെ തൊഴിലാളികളൊക്കെ പറഞ്ഞ് ഞങ്ങൾ പൊളിക്കാൻ പോയാണ്. എന്നിട്ട് ഈ പൊളിക്കുന്ന മുസ്ലിങ്ങളുടെ അക്കൗണ്ടിൽ ഇടാനുള്ള ഉദ്ദേശവും കൂടിയാണ്. അതുകൊണ്ടാണല്ലോ 4500ഓളം ജൂത പരീക്ഷകൾ അന്നത്തെ ജോലിക്ക് അറ്റൻഡ് ചെയ്യാതിരുന്നത്. അവസാനം പൊളിച്ചു. ഇവർ വിചാരിച്ചു ഇതോടെ ഖുർആൻ കത്തിക്കാൻ. പക്ഷേ ആ ഒരൊറ്റ കൊല്ലം സെപ്റ്റംബറിൽ തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്നവർ എത്രയെന്നറിയോ? അന്ന് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടത് ഖുർആന്റെ കോപ്പികളായിരുന്നു. ചരിത്രത്തിൽ ഏറ്റവും വലിയ ഗ്രന്ഥശേഖരം എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ വിപണിയിൽ വിറ്റഴിക്കപ്പെട്ട ഗ്രന്ഥം വിശുദ്ധ ഖുർആനാണ്. പഠിച്ച് അവസാനം എന്തായി? ഖുർആനിന്റെ ആളായി മാറി. അതുകൊണ്ടല്ലേ അബൂജഹലും പറഞ്ഞു, മുഹമ്മദിന്റെ ഖുർആൻ കേൾക്കല്ലേ, കേട്ടാൽ കുഴപ്പമാണ്. അവസാനം ഇയാൾക്ക് പറയും ചെയ്യും, ദേശീയമായിട്ട് ഇപ്പുറത്തൂടെ വന്നിട്ട് റസൂലുള്ളാഹിന്റെ വാദയ്ക്ക് എന്നിട്ട് അത് കേൾക്കുകയും ചെയ്യും. കാരണം അയാൾക്ക് മാറിക്കാൻ കഴിഞ്ഞില്ല ഈ ഖുർആന്റെ മാസ്മരികത. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ഖുർആൻ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. ഹബീബ് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുർആൻ പറഞ്ഞു എന്താണ്? അല്ലമ ഇബ്നുൽ ഖുർആൻ സ്വന്തം മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ അവന്റെ ആ പിതാവിന്റെ മുൻകാല പാവങ്ങളും പിന്നീട് വരുന്ന പാവങ്ങളും